ഇന്ത്യൻ ക്രിക്കറ്റിലെ യഥാർത്ഥ വൻമതിൽ രാഹുൽ ദ്രാവിഡിൻ്റെ ജന്മദിനത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു വൻമതിൽ പ്രകടനവുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സുവർണ സമ്മാനം. പരിക്ക്, ഓസീസ് ആരാധകരുടെ വംശീയാധിക്ഷേപം, താരങ്ങളുടെ സ്ലെഡ്ജിംഗ് തുടങ്ങി ഒരു പറ്റം വെല്ലുവിളികളെ കളത്തിനകത്തും പുറത്തുമായി അസാമാന്യ ധീരതയോടെ നേരിട്ട ഇന്ത്യക്ക് സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയത്തോളം പോകുന്നൊരു സമനില. 407 റൺസിൻ്റെ വിജയലക്ഷ്യമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 334 റൺസെടുത്താണ് സമനില സ്വന്തമാക്കിയത്. നാലാം ദിനം 3-ാം സെഷനിലും അവസാന ദിനമായ ഇന്നത്തെ 3 സെഷനിലുമായി 131 ഓവർ പൊരുതി നിന്നാണ് ഇന്ത്യ സമനില സ്വന്തമാക്കിയത്. 5-ാം ദിനം 1 ഓവർ ബാക്കി നിൽക്കെ ഇരു ക്യാപ്റ്റന്മാരും സമനിലയ്ക്ക് കൈകൊടുത്തു. ഹനുമാൻ വിഹാരി 161 പന്തിൽ 23, രവിചന്ദ്രൻ അശ്വിൻ 128 പന്തിൽ 39 റൺസ് എന്നിവർ പുറത്താവാതെ നിന്നു. ഇതോടെ 4 മത്സരങ്ങളടങ്ങിയ പരമ്പര 1-1 നിലയിൽ തുടരുന്നു. 4-ാം ടെസ്റ്റ് ഈ മാസം 15 മുതൽ ബ്രിസ്ബെയിനിലാണ്. ടെസ്റ്റിലെ 3-ാം സെഞ്ചുറിക്ക് 3 റൺസ് മാത്രം അകലെ പുറത്തായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. എല്ലാവരും ടെസ്റ്റ് കളിക്കുമ്പോഴും ഏകദിനം കളിച്ച പന്ത് 118 പന്തുകൾ നേരിട്ട് 12 ഫോറും 3 സിക്സും സഹിതം 97 റൺസ് എടുത്തു. ചേതേശ്വർ പൂജാരയും അർദ്ധ സെഞ്ചുറി നേടി. 205 പന്തുകൾ നേരിട്ട പൂജാര 12 ഫോറുകൾ സഹിതം 77 റൺസ് എടുത്തു. എന്നാൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് സമനില തെറ്റാതെ ഇന്ത്യൻ ടീം തിരികെ കയറുമ്പോൾ നന്ദി പറയേണ്ടത് 2 പേരോടാണ്. അസാമാന്യമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന നിശ്ചയദാർഢ്യത്തോടെ അവസാന സെഷനിൽ ക്രീസിൽ ഉറച്ചു നിന്ന ഹനുമാൻ വിഹാരിയോടും രവിചന്ദ്രൻ അശ്വിനോടും. ബാറ്റിങ്ങിനിടെ പരിക്കേറ്റിട്ടും ഓസീസിൻ്റെ ബൗളിംഗ് ആക്രമണത്തെ ചെറുത്തുനിന്ന ഇരുവരും വിജയകരമായി പ്രതിരോധിച്ചത് 259 പന്തുകളാണ്. ആകെ നേടിയത് 62 റൺസും. ഈ കൂട്ടുകെട്ട് തകർക്കാൻ കഴിയാതെ പോയതോടെയാണ് ഓസ്ട്രേലിയയ്ക്ക് തോൽവിക്ക് സമാനമായൊരു സമനില സമ്മതിക്കേണ്ടി വന്നത്.